നാട്ടുവർത്തമാനം വിശദമായി. ഇടുക്കിയിലെ കോവിഡ് ബാധിതനായ പൊതുപ്രവർത്തകന്റെ സഞ്ചാരപഥം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. കഴിഞ്ഞ മാസം 29 മുതലുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടത്. തിരുവനന്തപുരം മുതൽ വിവിധ സ്ഥലങ്ങളിൽ ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. വിപുലമായ ബന്ധങ്ങളുള്ള ആളായതിനാൽ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. ഇടുക്കിയിലുള്ള ഒരാളുടെ യാത്രയുടെയും സമ്പർക്കത്തിന്റെയും വിവരങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. എല്ലാവരും ജാഗ്രതയോടെ കഴിയേണ്ട ഈ ഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനിൽ നിന്ന് ഈ രീതിയിലൊരു സമീപനമാണോ ഉണ്ടാകേണ്ടത്? കോവിഡ് പ്രതിരോധത്തിൽ ഭയാശങ്കയില്ലാതെ മലയോര ജില്ല മുൻപോട്ട് പോകുമ്പോഴാണ് പൊതുപ്രവർത്തകന് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വിദേശിയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് പകർന്നത് എന്നാണ് സംശയം. മറയൂരിലെ ആദിവാസി കുടികളും അട്ടപ്പാടിയും ആലുവയും മലപ്പുറവും തിരുവനന്തപുരവുമെല്ലാം ഇദ്ദേഹം സന്ദർശിച്ച സ്ഥലങ്ങളിൽപ്പെടുന്നു. മന്ത്രിമാരും ഉന്നത നേതാക്കളും അടക്കമുള്ളവരുമായി ഇദ്ദേഹം നേരിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രാഥമിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റൂട്ട് മാപ്പാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. ചില ദിവസം 200 കിലോമീറ്ററോളം വരെ സഞ്ചരിച്ചിട്ടുള്ള തിരക്കേറിയ വ്യക്തിയായതിനാൽ തന്നെ സമ്പർക്കം പുലർത്തിയ മുഴുവൻ പേരെയും കണ്ടെത്തുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹവുമായി അടുത്തിടപഴകിയ ആളുകൾ ആരോഗ്യവകുപ്പിനെ അറിയിച്ച് സ്വയം നിരീക്ഷണത്തിലാവുകയെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പൊതുപ്രവർത്തകനായതിനാൽ എല്ലാവരെയും ഓർത്തിരിക്കുക അപ്രായോഗികമാണെന്നതിനാൽ സമ്പർക്കം പുലർത്തിയവർ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന കോവിഡ് ബാധിതൻ തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കുകയുമുണ്ടായി. മാർച്ച് 26-നാണ് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഐസൊലേഷനിലേക്ക് മാറ്റിയത്. ഭാര്യയും മക്കളും മകന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ളവർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ വീട്ടിലാണ്. ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട റൂട്ട് മാപ്പിൽ MLA ഹോസ്റ്റലും പാർട്ടി ഓഫീസും അടക്കമുള്ള സന്ദർശന വിവരങ്ങളും KSRTC ട്രെയിൻ യാത്രകളും ഉൾപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. നിരോധനാജ്ഞ ലംഘിക്കുന്നതും ജനം കൂട്ടം കൂടുന്നതും കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് ഇന്നു മുതൽ സംസ്ഥാനത്ത് ഡ്രോണുകളുടെ സേവനം വിനിയോഗിക്കുമെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. എല്ലാ ജില്ലകളിലും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും. വാഹനങ്ങളെയും വ്യക്തികളെയും നേരിട്ട് സ്പർശിക്കാതെയായിരിക്കും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള പോലീസ് നടപടികൾ നടത്തുക. ഇതിനായി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കയ്യുറകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. തിരിച്ചറിയൽ കാർഡ്, സത്യവാങ്മൂലം എന്നിവ കയ്യിൽ വാങ്ങി പരിശോധിക്കാൻ പാടില്ല. ആവശ്യമെങ്കിൽ മതിയായ ദൂരത്തുനിന്ന് അവയുടെ ഫോട്ടോയെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും DGP വ്യക്തമാക്കി. കൊച്ചിയിലും നിരീക്ഷണത്തിന് ഇനി പോലീസിന്റെ ഡ്രോൺ ക്യാമറകൾ. 400 മീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഡ്രോണിന് 4 കിലോമീറ്റർ ചുറ്റളവിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാനാകും. ഏറെ തിരക്കുണ്ടായിരുന്ന കൊച്ചി നഗരം ഇപ്പോൾ ശൂന്യമാണ്. എന്നാൽ പോലീസ് നിരീക്ഷണമെത്താത്ത ചിലയിടങ്ങളിൽ ഇപ്പോഴും ചെറിയ ആൾക്കൂട്ടങ്ങളും കൂടിച്ചേരലുമൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. നടപടി കർശനമാക്കാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമാണ് ഡ്രോൺ ക്യാമറകൾ പരീക്ഷിക്കുന്നത്. ഈ ഹോം സർവൈലൻസിലുള്ളവരുടെ വീഡിയോകളും കൂടി മാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോം സർവൈലൻസിലുള്ളവർ ആരെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടോ എന്നുള്ളത് കൂടി മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനവും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 400 മീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഡ്രോണിന് 4 കിലോമീറ്റർ ചുറ്റളവിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാനാകും. 40 മിനിറ്റ് വരെ തുടർച്ചയായി പറക്കാനും കഴിയും. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർ മറക്കരുത്, എല്ലാം മുകളിൽ നിന്നും പോലീസ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ന്യൂസ് 18 കൊച്ചി. കൊച്ചി കലൂരിലെ PVS ആശുപത്രി കോവിഡ് പ്രതിരോധത്തിന് സജ്ജമാകുന്നു. പൂട്ടിക്കിടക്കുന്ന ആശുപത്രി കൊറോണ കെയർ സെന്ററിനായി ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തിരുന്നു. 40 കിടക്കകളുള്ള ICU അടക്കം 300 പേരുടെ ചികിത്സയ്ക്കുള്ള സംവിധാനം ഇവിടെ സജ്ജീകരിക്കും. നിലവിൽ പ്രവർത്തനക്ഷമമായ ആശുപത്രികളിൽ അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതിന് ഒപ്പമാണ് പൂട്ടിക്കിടന്ന PVS ആശുപത്രി ഏറ്റെടുത്തത്. വൈദ്യുതിയും വെള്ളവും എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു 40 ICU ബെഡ്സ് നമുക്ക് തയ്യാറാക്കപ്പെട്ടു. ഒരു 300 ബെഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു 100 പേവാർഡ് റൂംസ് മറ്റേ ഇങ്ങനെ ഒരു നല്ല ഫെസിലിറ്റിയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് വെള്ളം കയറിയ 1-ാം നിലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. എക്സിറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്തു. പൊടിയുണ്ടായിരുന്നു, പൊടിയകളെല്ലാം ക്ലിയർ ചെയ്തു. ഇവിടെ അത്യാവശ്യം എല്ലാ ഏരിയയും വെന്റിലേറ്റഡ് ആക്കി. കുറച്ചു കാലമായി പൂട്ടിക്കിടന്നതുകൊണ്ട് അണുവിമുക്തമാക്കാനുള്ള നടപടികൾ കൂടി പൂർത്തിയാക്കി തിങ്കളാഴ്ചയോടെ ആശുപത്രി പൂർണ്ണസജ്ജമാകും. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് കോവിഡ് സ്ഥിരീകരിച്ച കാരാക്കുറിശി സ്വദേശികളിൽ നിന്നും സാമൂഹ്യ വ്യാപനം ഉണ്ടായെന്ന സംശയത്തെ തുടർന്ന് പ്രദേശത്ത് അണുനശീകരണം നടത്തി ഫയർഫോഴ്സ്. കോവിഡ് ബാധിതൻ പോയ പള്ളിയിലും ആശുപത്രിയിലുമാണ് അണുനശീകരണം നടത്തിയത്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരോടും നിരീക്ഷണത്തിൽ തുടരാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു.
കോവിഡ് സ്ഥിരീകരിച്ച കാരാക്കുറിശി സ്വദേശിക്ക് 200-ലേറെ പേരുമായി നേരിട്ട് സമ്പർക്കമുണ്ടായി എന്ന് വ്യക്തമായതോടെയാണ് പ്രദേശത്ത് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയത്. പള്ളി, പ്രൈമറി ഹെൽത്ത് സെന്റർ, ബാങ്ക്, ATM കൗണ്ടർ, കോവിഡ് ബാധിതന്റെ വീട് എന്നിവിടങ്ങളിലാണ് ഫയർഫോഴ്സ് അണുനശീകരണം നടത്തിയത്. ഇയാൾ സമ്പർക്കത്തിലേർപ്പെട്ട വ്യക്തികളോട് കർശന നിരീക്ഷണത്തിന് വിധേയമാവണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. KSRTC കണ്ടക്ടറായ ഇയാളുടെ മകന്റെ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആളുകൾ പുറത്തിറങ്ങാതിരിക്കാൻ പോലീസ് പരിശോധനയും കർശനമാക്കി. പഞ്ചായത്തും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം റൂട്ട് മാപ്പിൽപ്പെടാത്ത പ്രദേശങ്ങളിലും കോവിഡ് ബാധിതൻ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രോഗിയുടെ മകന്റെ പരിശോധനാ ഫലം പോസിറ്റീവായാൽ കൂടുതൽ പേരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കേണ്ടി വരുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. കോവിഡ് കാലത്തെ ആരോഗ്യ പ്രവർത്തകരുടെ ജീവിതം സങ്കീർണമാണ്. പ്രായമായവർക്കും സ്ഥിരം മരുന്ന് കഴിക്കേണ്ട രോഗികൾക്കും മരുന്ന് വീട്ടിൽ എത്തിക്കുന്നത് മുതൽ കൗൺസിലിംഗ് വരെ നടത്തുന്ന ഇവർക്ക് കോവിഡ് കാലം വിശ്രമമില്ലാത്ത ജോലിയുടെ കാലം കൂടിയാണ്. 24 മണിക്കൂറും സേവനത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. ആശുപത്രിയിലെ ജോലി, കോവിഡ് റൂട്ട് മാപ്പ് തയ്യാറാക്കൽ, പിന്നെ ക്വാറന്റൈനിലുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇതിനെല്ലാം പുറമെയാണ് വയോജനങ്ങളെയും മാരക രോഗമുള്ളവരെയും വീട്ടിലെത്തി പരിശോധിച്ച് മരുന്ന് നൽകേണ്ടത്. വാഹനം പോലും എത്താത്ത സ്ഥലങ്ങളിൽ നടന്നു പോകേണ്ടി വരും. തദ്ദേശ സ്ഥാപനങ്ങളും സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർന്നാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നമ്മൾ ഇൻറ്റൻസീവായിട്ടുള്ള ഈ 21 ദിവസം ആളൊന്നിന് പട്ടിണി കിടക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ ഈ പട്ടിണി കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. ആ ഒരു സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചികിത്സ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവരുത്. അതിനുവേണ്ടി ആരോഗ്യ പ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആൾക്കാരും പോലീസ് വലിയൊരു റോൾ വഹിക്കുന്നതാണ്. മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുകളും സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. വയോമിത്രം, ക്യാൻസർ സുരക്ഷ, ആശ്വാസകിരണം, സ്നേഹസ്പർശം തുടങ്ങിയ നിരവധി മിഷനുകളിലൂടെയാണ് സേവനങ്ങൾ നടപ്പാക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ഡോക്ടർമാരുടെ ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷനുകൾ. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ആദ്യമായി കൊല്ലത്തും കോവിഡ് സ്ഥിരീകരിച്ചു. മാർച്ച് 18-ന് ദുബായിൽ നിന്നെത്തിയ പ്രാക്കുളം സ്വദേശിക്കാണ് രോഗം. ഇയാൾക്കൊപ്പം 6 അംഗ കുടുംബത്തെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എമിറേറ്റ്സ് വിമാനത്തിൽ 18-ന് പുലർച്ചെ 3 മണിക്കാണ് പ്രാക്കുളം സ്വദേശി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ, ബസ്സിൽ കൊല്ലത്തെത്തി ചായ കുടിച്ച ശേഷം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോയി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അന്ന് വൈകിട്ട് അഞ്ചാലുംമൂട്ടിലെ PNN ആശുപത്രിയിൽ ചികിത്സ തേടി. 19-ന് ദേവി ക്ലിനിക്കിലും 23-നും 24-നും തൃക്കരുവ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും ചികിത്സ തേടി. 25-ന് വീണ്ടും PNN ആശുപത്രിയിലെത്തി. ഇവിടെ നിന്നാണ് ജില്ലാ ആശുപത്രിയിലേക്ക് സ്രവമെടുക്കുന്നതിനായി കൊണ്ടുപോയത്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗബാധിതനെയും കുടുംബത്തെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. PN ഹോസ്പിറ്റലിൽ അവിടെ അവർ ഈ ഒരു സിംറ്റം ഉള്ളതുപോലെ തോന്നിയതുകൊണ്ട് കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടീം ആംബുലൻസുമായി പോയി അയാളെ പിക്ക് ചെയ്ത് നമ്മുടെ GH ഹോസ്പിറ്റലിൽ നിന്ന് സ്വാബ് എടുത്ത് തിരിച്ച് അതേ ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ചെയ്തത്. ആ തിരിച്ചെത്തിച്ചതിൻ്റെ റിസൾട്ടാണ് നമുക്കിപ്പോൾ ഇന്ന് വന്ന് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത്. തൃക്കരുവ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ ജീവനക്കാരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. മറ്റ് 2 ആശുപത്രികളിൽ സമ്പർക്കം പുലർത്തിയവരോട് നിരീക്ഷണത്തിൽ പോകാനും ആശുപത്രി താൽക്കാലികമായി അടയ്ക്കാനും നിർദ്ദേശം നൽകി. രോഗബാധിതന്റെ വിശദമായ റൂട്ട് മാപ്പും പുറത്തിറക്കി. ന്യൂസ് 18 കൊല്ലം. മഹാരാഷ്ട്രയിൽ ജോലിക്ക് പോയ മലയാളി യുവാക്കൾ 3 ദിവസമായി ഭക്ഷണവും വെള്ളവുമില്ലാതെ വലയുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ 2 മാസം മുൻപ് ജോലിക്ക് പോയ ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള 25 യുവാക്കളാണ് ദുരിതം അനുഭവിക്കുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത കമ്പനി കൈയൊഴിഞ്ഞതോടെ മഹാരാഷ്ട്രയിലെ അക്കോളോ എന്ന സ്ഥലത്ത് ഒരു ടെറസിന് മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവർ. കോവിഡ് പശ്ചാത്തലത്തിൽ ഒരാഴ്ച മുമ്പ് കമ്പനി ഇവർക്ക് തൊഴിൽ നിഷേധിച്ചു. ഭക്ഷണവും താമസ സൗകര്യവും ആവശ്യപ്പെട്ടപ്പോൾ കൈമലർത്തി. പണം നൽകിയാൽ ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താമെന്നാണ് അധികൃതർ നൽകിയ മറുപടി. ഒരാഴ്ച മുമ്പ് വരെ ചെലവിനുള്ള തുക മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. ഭക്ഷണമില്ലാതെ ആരോഗ്യമോശമായ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും കമ്പനി തയ്യാറായില്ലെന്ന് ഇവർ പറയുന്നു. ഇപ്പം നിലവിൽ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് 2 ദിവസമായി. 2 ദിവസം അടുത്ത് 2 ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ ഇന്നും കൂടി 3 ദിവസമായി ഫുഡ് കഴിച്ചിട്ട്. നിലവിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെള്ളമില്ല, ഫുഡ് ഐറ്റംസ് എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ നമ്മളിവിടെ കമ്പനിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പനി പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുകയാണ്. 300 അല്ല 500 രൂപ വെച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഫുഡ് അലോ ചെയ്യുക, അങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ ഈ പൈസ ഇല്ല. കാരണം നാട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ വീട്ടിലോട്ട് പൈസ വയ്ക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല.
ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് 2 മാസമൊക്കെ ആവുന്നുള്ളൂ. അതുകൊണ്ട് സാലറി ഇൻസെൻറ്റീവും കാര്യങ്ങളൊന്നും ആയിട്ടുമില്ല. ഇതേ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 170ഓളം പേരും ഇവരെ പോലെ മഹാരാഷ്ട്രയിൽ കുടുങ്ങി. ദുരവസ്ഥ വിവരിച്ച് ചിത്രങ്ങളോടൊപ്പം വാട്സപ്പിൽ ശബ്ദ സന്ദേശം അയച്ച് നടപടി കാത്തിരിക്കുകയാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചു. പഞ്ചായത്തിലെ അമ്മ വനിതാ കൂട്ടായ്മയുടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ അമ്മ വനിതാ ക്യാൻറ്റീനാണ് കമ്മ്യൂണിറ്റി കിച്ചണായി ഉപയോഗിക്കുന്നത്. കിച്ചൺ പ്രവർത്തിക്കാൻ ആവശ്യമായ വസ്തുക്കളും മറ്റ് സഹായങ്ങളും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്താണ് നൽകുന്നത്. കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ജീവനം ചാരിറ്റി കൂട്ടായ്മ നൽകിയ അരി മുഹമ്മദ് മുഹസിൻ MLA ഏറ്റുവാങ്ങി. കമ്മ്യൂണിറ്റി കിച്ചൺ കുടുംബശ്രീയുടെ അമ്മ റെസ്റ്റോറൻറ്റ് വഴിയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ആദ്യപടി ആരംഭിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ തുടക്കം ഒരു കമ്മ്യൂണിറ്റി കിച്ചണും ആവശ്യമെങ്കിൽ 4 കുടുംബശ്രീ കിച്ചണുകൾ ഓൾറെഡി നമുക്ക് എല്ലാത്തിനും സജ്ജമായിട്ടുണ്ട്. ദിവസം 2 നേരമാണ് ഭക്ഷണം നൽകുക. ഉച്ചയ്ക്ക് ഊണും വൈകുന്നേരം ചപ്പാത്തിയും കറിയുമാണ് ലഭിക്കുക. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന പച്ചക്കറികൾ കൊണ്ടാകും ഭക്ഷണം പാകം ചെയ്യുക. നിരോധനാജ്ഞക്കാലത്ത് ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ വിപണിയിലെത്തിക്കാൻ കഴിയാത്ത കർഷകർക്ക് ആശ്വാസമാണ് ഈ തീരുമാനം. ബാക്കി പച്ചക്കറികൾ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. ലോക്ഡൌണിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാനാകാത്ത 3 യുവതികളെ ഹോസ്റ്റലിൽ പൂട്ടിയിട്ടു. കട്ടപ്പനയിലെ സർക്കാർ വനിതാ ഹോസ്റ്റലിലാണ് സംഭവം. വിവരം പുറത്തറിഞ്ഞതോടെ കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി വാർഡനെ വിളിച്ചു വരുത്തി ഹോസ്റ്റൽ തുറന്നു. വാർഡനെതിരെ പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്ന് ഉച്ചയോടെയാണ് കട്ടപ്പന സർക്കാർ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലെ അന്തേവാസികളായ 3 യുവതികളെ പൂട്ടിയിട്ട് വാർഡൻ വീട്ടിലേക്ക് പോയത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാതെ ഹോസ്റ്റലിൽ തങ്ങിയിരുന്ന എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം സ്വദേശിനികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വാർഡൻ 2 ഗ്രില്ലുകളും പൂട്ടിപ്പോയതോടെ ഇവർ അകത്ത് കുടുങ്ങി. സംഭവം പുറത്തറിഞ്ഞതോടെ കട്ടപ്പന CIയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് വാർഡനെ വിളിച്ചു വരുത്തിയാണ് ഹോസ്റ്റൽ തുറന്നത്. യുവതികളോട് പറഞ്ഞതിന് ശേഷമാണ് ഹോസ്റ്റൽ പൂട്ടിയതെന്നാണ് വാർഡന്റെ വിശദീകരണം. വാർഡന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും പരാതി ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും കട്ടപ്പന CI പറഞ്ഞു. അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. പക്ഷേ ഇവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 ഗ്രില്ലും പൂട്ടിയിട്ട് പോയി. അവർക്ക് ഭക്ഷണത്തിനുള്ള സംവിധാനം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെയാണ് ഈ വാർഡൻ പറയുന്നത്. പക്ഷേ വാർഡൻ ഇവിടെ ഫുൾ ടൈം കാണേണ്ട ആളാണ്. അതിൻ്റെ ഉത്തരവാദി എന്ന നിലയിൽ അവർ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല. അപ്പോൾ ഇനി അവർക്ക് പൂട്ടിയിടാനുള്ള ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല, ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യുവതികളെ പൂട്ടിയിട്ട വിവരമറിഞ്ഞ യുവജന സംഘടനാ പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനം അതീവ ജാഗ്രതയിൽ മുൻപോട്ടു പോകുമ്പോൾ ഉറങ്ങാതെ ജോലി ചെയ്യുകയാണ് നിരോധനാജ്ഞ നിലനിൽക്കുന്ന മൂന്നാറിലെ പോലീസും ആരോഗ്യ പ്രവർത്തകരും. കൃത്യസമയത്ത് ഭക്ഷണവും വിശ്രമവും ഇല്ലാതെയാണ് പലരും ജോലി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത് മൂന്നാറിൽ താമസിച്ച ബ്രിട്ടീഷ് പൗരനായിരുന്നു. ഇതിനുശേഷം ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് മൂന്നാറിലാണ്. അന്നു മുതൽ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും. നിലവിൽ മൂന്നാർ അടക്കമുള്ള 4 വില്ലേജുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതോടെ രാത്രികാലത്ത് പോലും ഇവർ ഉണർന്നിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് കർശനമായ പരിശോധനയും നടത്തുന്നുണ്ട്. പോലീസ് സേന പരിപൂർണമായിട്ടും ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഇതിനുവേണ്ടി പരിപൂർണമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റിലെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ തോട്ടം തൊഴിലാളികളൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ഡിവിഷനുകളിലേക്ക് ഞങ്ങൾ സാധനങ്ങൾ എത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ടാറ്റ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വാഹനങ്ങൾ ഇവിടെ എത്തിച്ച് അതിലേക്ക് അവർക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ പിന്തുണയുമായി ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണൻ, DYSP രമേഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി അജിത് കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പമുണ്ട്. ന്യൂസ് 18 മൂന്നാർ.
നിരോധനാജ്ഞ നിലനിൽക്കുന്ന പട്ടാമ്പിയിൽ നിന്നും അതിഥി തൊഴിലാളികൾ പലായനം തുടങ്ങി. ഒരാഴ്ച മുൻപ് പട്ടാമ്പിയിലെത്തിയ തമിഴ് തൊഴിലാളികളാണ് കാൽനടയായി തമിഴ്നാട് അതിർത്തി ലക്ഷ്യമാക്കി നടക്കുന്നത്. ലോക്ഡൌണിനൊപ്പം നിരോധനാജ്ഞയുമായതോടെ തൊഴിൽ തേടി പട്ടാമ്പിയിലെത്തിയ അതിഥി തൊഴിലാളികൾ പ്രതിസന്ധിയിലായി. ജോലിയും കൂലിയുമില്ലാതായതോടെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാനുള്ള ശ്രമത്തിലാണിവർ. ഇവിടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി വന്നതാണ്. എത്ര കാലം? അല്ല, നമ്മൾ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ഉള്ള കൂട്ടലെന്ന് പറഞ്ഞാൽ കുറേ ആയിരുന്നു വന്നിട്ട്. അത് പോകുന്ന പറഞ്ഞാൽ നടന്നിട്ട് പോകും, വണ്ടി കിട്ടിയാൽ പോകും. കാൽനടയായാണ് കുടുംബങ്ങൾ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ടെന്നോ എങ്ങനെ എത്തിപ്പെടുമെന്നോ അറിയാത്ത യാത്രയാണ് ഇവരുടേത്. വണ്ടി വാசி இல்லாத சாப்பாடு இல்லாத இப்போ பட்டினியே போகிறோமே. இனி எவ்வளோ தூரம் பரிசையாலும் போய் சேரணும். எவ்வளோ கிலோமீட்டர் காலெல்லாம் வலிக்குது. இப்படியே பண்ணுவாங்க. ஏதோ ஒரு வண்டி வாசி விட்டா கூட போயிடுவோம் நாங்கள். ഒരാഴ്ച മുൻപാണ് ഇവർ പട്ടാമ്പിയിലെത്തിയത്. വൈകാതെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയായിരുന്നു. പട്ടാമ്പിയിൽ കുടുങ്ങിയ തമിഴ്നാട്ടിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള. ഇടുക്കിയിലെ സ്ഥിതിഗതികൾ മന്ത്രി എം മണി വിലയിരുത്തി. കളക്ടർ എച്ച് ദിനേശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പ് പ്രതിനിധികളുടെ യോഗത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ മന്ത്രി നിർദ്ദേശങ്ങൾ നൽകി. തമിഴ്നാടിനോട് ചേർന്ന ജില്ലയുടെ അതിർത്തി മേഖലകളിൽ പരിശോധന കർശനമാക്കും. കേരളത്തിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ നീക്കവും തമിഴ്നാട്ടിലേക്കുള്ള നീക്കവും ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല. പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള യാത്ര തടയാനും യോഗത്തിൽ ധാരണയായി. ഇടുക്കി ടൗണിലെ തിരക്ക് നിയന്ത്രിക്കാനും എസ്റ്റേറ്റുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാനും നടപടികളുമായി സബ് കളക്ടറും പോലീസും. തൊഴിലാളി ലയങ്ങൾ കേന്ദ്രീകരിച്ച് അവശ്യ സാധനങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം. എസ്റ്റേറ്റ് മേഖലകളിൽ താമസിക്കുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം. കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മൂന്നാർ ടൗണിലേക്ക് 100 കണക്കിന് പേരെത്തി. കടകളിൽ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടും ഒരേ സമയത്ത് 2 പേരിൽ കൂടുതൽ നിൽക്കുവാൻ പാടില്ല എന്ന വ്യവസ്ഥകൾ ലംഘിച്ച് നിരവധി പേർ കൂട്ടം കൂടി നിൽക്കുകയുമുണ്ടായി. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ക്യൂ സിസ്റ്റം ആയിരുന്നു. എന്നാലും ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താലൂക്ക് സപ്ലൈ ഓഫീസറും അതേപോലെ ഇവിടുത്തെ മൂന്നാറിലെ മെർച്ചൻസുകാരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ ഇനിയുള്ള ഈ സാധനങ്ങൾ ഈ പറഞ്ഞ എസ്റ്റേറ്റുകളിലെ ക്യാൻറ്റീൻ ബസാറുകളിൽ എത്തിക്കാനുള്ളൊരു പ്രൊവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. അത് 1-2 ദിവസത്തിനുള്ള ഓപ്പറേഷനാവും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. വ്യക്തമായി കാര്യങ്ങൾ ബോധിപ്പിച്ച് യാത്ര ചെയ്യുന്നവരെ അതിനനുവദിക്കുന്നുണ്ടെങ്കിലും അനാവശ്യമായി യാത്ര ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മൂന്നാർ ഡിവൈഎസ്പി പറഞ്ഞു. ന്യൂസ് 18 മൂന്നാർ. തൊടുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം ആരംഭിച്ചു. ഭക്ഷണം ആവശ്യമുള്ളവർക്ക് വീടുകളിലും ഭക്ഷണം എത്തിച്ചു നൽകും. തൊടുപുഴ നഗരസഭയുടെ കമ്മ്യൂണിറ്റി കിച്ചൺ ഒട്ടേറെ പേർക്കാണ് ആശ്വാസമാകുന്നത്. നഗരസഭാ പരിധിയിൽ വീടുകളിൽ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നവർ, ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്നവർ, ഭക്ഷണം കിട്ടാതെ നഗരത്തിൽ അരഞ്ഞുതിരിയുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പദ്ധതി ഏറെ പ്രയോജനപ്പെട്ടു. 3 നേരവും ഭക്ഷണം ലഭിക്കും. ആരോരുമില്ലാത്ത, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ നിവൃത്തിയില്ലാത്ത, ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ നഗരസഭാ അധികൃതർ, ഹെൽത്ത് വിഭാഗം അതിന് മുൻകൈയെടുത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുത്തു. CDS ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ 12 പേരാണ് കലവറ കൈകാര്യം ചെയ്യുന്നത്. തയ്യാറാക്കിയ ഭക്ഷണം വീടുകളിലെത്തിക്കുന്നതിനായി 10 പേർ ഉൾപ്പെടുന്ന കർമ്മസേനയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവർ മുഖേന നഗരസഭയുടെ വാഹനത്തിലാണ് ആവശ്യക്കാർക്ക് ഭക്ഷണപ്പൊതികൾ എത്തിച്ചു നൽകുന്നത്. ന്യൂസ് 18 തൊടുപുഴ. കോന്നി മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളിലും കമ്മ്യൂണിറ്റി കിച്ചൺ സജ്ജമാക്കി. പഞ്ചായത്തുകളിലുള്ള സ്പോൺസർമാരുടെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുന്നത്. കോന്നി മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളിലും കമ്മ്യൂണിറ്റി കിച്ചൺ സെന്ററുകളുടെ പ്രവർത്തനം തുടരുകയാണ്. ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാൻ പഞ്ചായത്തുകളുടെയും സ്പോൺസർമാരുടെയും സഹായമുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ പ്രവർത്തനങ്ങൾ KU ജനീഷ് കുമാർ MLA നേരിട്ട് സന്ദർശിച്ച് വിലയിരുത്തി. ഭക്ഷണം പാകം ചെയ്യുന്നതിന് വിദഗ്ധരായ തൊഴിലാളികളെ എല്ലാ ആരോഗ്യവകുപ്പിൻ്റെ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെ തയ്യാറാക്കുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും എല്ലാം എത്തിച്ചിട്ടുണ്ട്. ഒപ്പം സന്നദ്ധ സേവന പ്രവർത്തകരെ എല്ലാ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ക്രമീകരണവുമായിട്ടുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കുള്ള ഭക്ഷണത്തിന് പഞ്ചായത്തുകളുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ഇവർക്ക് പുറമെ ബന്ധുക്കളില്ലാതെ വീടുകളിൽ തനിച്ചു താമസിക്കുന്നവർക്കും വയോജനങ്ങൾക്കും ഭക്ഷണം എത്തിച്ചു നൽകുന്നു. ഇതിനായി പ്രത്യേക സന്നദ്ധ പ്രവർത്തകരും പഞ്ചായത്തുകളിൽ സജ്ജമാണ്. സർക്കാർ സ്കൂളുകളിലെ പാചകപ്പുരകളാണ് കമ്മ്യൂണിറ്റി കിച്ചൺ സെന്ററുകളാക്കി മാറ്റിയിട്ടുള്ളത്. ന്യൂസ് 18 കോന്നി. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണം ഉറപ്പുവരുത്തുമെന്ന് മലപ്പുറം ചങ്ങരംകുളം പോലീസ്. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും CI ബസീർ ചിറക്കൽ അറിയിച്ചു. കടകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടി വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ തുടർ നടപടികൾ എടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി.
കോവിഡ് രോഗികളുടെ ഐസൊലേഷനു വേണ്ടി ജില്ലാ ഭരണകൂടം ഏറ്റെടുത്ത ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഓംകാര സത്രം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശുചീകരിച്ചു. ശുചീകരണം പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറി. ഡിവൈഎഫ്ഐ ഓച്ചിറ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഇടുക്കിയിൽ കാർഡുടമയ്ക്ക് അർഹതപ്പെട്ട റേഷൻ വിഹിതം നൽകിയില്ലെന്ന് പരാതി. നെടുങ്കണ്ടം ചക്കക്കാനം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയ്ക്ക് എതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. നെടുങ്കണ്ടം താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതർ അന്വേഷണം ആരംഭിച്ചു. മൈനർ സിറ്റി സ്വദേശി അറക്കൽ ഫിലിപ്പാണ് പരാതിക്കാരൻ. കേൾവിശക്തിയില്ലാത്ത ഇയാൾ ചക്കക്കാനം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയ്ക്കെതിരെയാണ് പരാതി നൽകിയത്. കാർഡ് പ്രകാരം 10 കിലോ അരി ലഭിക്കേണ്ടതാണെങ്കിലും 5 കിലോ മാത്രമേ നൽകാനാവൂ എന്ന് കടയുടമ അറിയിച്ചെന്നാണ് ആക്ഷേപം. തുടർന്ന് പ്രദേശത്തെ മറ്റു റേഷൻ കടയിലെത്തിയപ്പോൾ കാർഡ് പ്രകാരമുള്ള മുഴുവൻ സാധനങ്ങളും ലഭിച്ചു. അർഹതപ്പെട്ട റേഷൻ വിഹിതം നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഫിലിപ്പ് നെടുങ്കണ്ടം താലൂക്ക് സപ്ലൈ ഓഫീസിൽ പരാതി നൽകിയത്. ഞാൻ റേഷൻ കാർഡുമായി ഇന്ന് രാവിലെ ARD 233 നമ്പർ റേഷൻ കടയിൽ ചെല്ലുകയും എൻ്റെ റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള സാധനങ്ങൾ ചോദിക്കുകയും ചെയ്തു. അന്നേരം റേഷൻ കടക്കാരൻ എന്നോട് പറഞ്ഞു, ആകെ മുട്ടു നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിന് 5 കിലോ കുത്തരി മാത്രമേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അത് പറഞ്ഞ് എന്നെ മടക്കി അയച്ചു. എനിക്ക് 2 ചെവിയും കേൾവിയില്ല, അതാളാണ്. എന്നെ നെടുങ്കണ്ടം മൈനർ സിറ്റിയിൽ നിന്ന് ഇവിടെ മൊത്തം നടത്തി ഈ റേഷൻ കടക്കാരന് മേൽ സർക്കാർ ഉചിതമായ നടപടി നെടുങ്കണ്ടം സപ്ലൈ ഓഫീസിൽ നിന്നുണ്ടാകണം. സപ്ലൈ ഓഫീസ് അധികൃതർ റേഷൻ കടയിലെത്തി അന്വേഷണം നടത്തി. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കടയുടമ പറഞ്ഞു. റേഷനിംഗ് ഇൻസ്പെക്ടർ KR സന്തോഷ് കുമാർ, ഗോപി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ന്യൂസ് 18 ഇടുക്കി. നെയ്യാറ്റിൻകരയിലെ റേഷൻ കടയിൽ നിന്നും വാങ്ങിയ അരിയിൽ പുഴുവെന്ന് പരാതി. അരികളിൽ നിറയെ പ്രാണികളുമുണ്ടായിരുന്നു. പുന്നക്കാടുള്ള റേഷൻ കടയിൽ നിന്നാണ് ഉപയോഗശൂന്യമായ അരി ലഭിച്ചത്. റേഷൻ കടയിൽ വിവരം അറിയിച്ചെങ്കിലും അരി മാറ്റി നൽകാൻ തയ്യാറായില്ല. നെയ്യാറ്റിൻകര സപ്ലൈകോ ഓഫീസർക്ക് പരാതി നൽകി. കാർഷിക കേരളം. പട്ടാമ്പിയിൽ ചോളം കൃഷിയിൽ 100 മേനി വിളവ്. പരീക്ഷണാടിസ്ഥാനത്തിൽ 7 സെന്റിൽ ചാത്തന്നൂർ സ്വദേശി നടത്തിയ കൃഷിയിലാണ് മികച്ച വിളവ് ലഭിച്ചത്. ഇതര സംസ്ഥാനങ്ങളിലെ പ്രധാന കൃഷിയായ ചോളം പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്തത്. ജൈവരീതിയിൽ നടത്തിയ കൃഷിയിൽ മികച്ച വിളവ് കിട്ടി. പട്ടാമ്പി ചാത്തന്നൂർ സ്വദേശി അബ്ബാസാണ് കൃഷി ഇറക്കിയത്. 1400 തൈകളാണ് വിളഞ്ഞു നിൽക്കുന്നത്. ചോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ചോളം വളരെ സമ്പന്നമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാവും. തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ ഭംഗിയിലുണ്ടാവും. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് നമ്മൾ നനക്കേണ്ടുള്ളൂ. 2 പ്രാവശ്യം നനച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സന്തുഷ്ടമായ നല്ല ചോളം നമ്മൾ ഉണ്ടായിട്ടുണ്ട്. ചിലതിൻ്റെ മുകളിൽ 2 കായുണ്ട്, ചിലതിൻ്റെ മുകളിൽ 1 ഉണ്ട്. ഒരു 5 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. ചിലത് 4 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. 7 സെന്റ് സ്ഥലത്താണ് ചോളം കൃഷി ചെയ്തത്. 75 ദിവസമായാൽ വിളവെടുക്കാം. 65 ദിവസമായപ്പോഴേക്കും അബ്ബാസിന്റെ ചോളം കൃഷി വിളവെടുക്കാൻ പാകമായി. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്തേക്ക് ചോളം കൃഷി വ്യാപിപ്പിക്കാനാണ് അബ്ബാസിന്റെ തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.